ഈശ്വരോ കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർക്ക് ലേഖനം 4-ാം അധ്യായം അതിലെ 16-17 വാക്യങ്ങൾ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളും. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവഴുത്താണ്. എന്താണ്? കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിറങ്ങി വരുവെന്നാണ്. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. കർത്താവ് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച കല്ലറയിൽ ഉറങ്ങുന്നവരെല്ലാം മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇതൊരു പ്രത്യാശ വചനമാണ്. മരണവീട്ടിൽ പ്രത്യേകമായിട്ട് വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന വചനമാണ്. സഭയിൽ ശക്തമായിട്ട് ശുശ്രൂഷിക്കുന്ന ഈ വചനമാണ്. ജനങ്ങൾക്ക് നല്ലൊരു ശതമാനം ആളുകൾ ഈ വചനത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളവരാണ്. എങ്കിലും അവരുടെ ജീവിതത്തിൽ വചനം വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ദൈവിക മഹത്വം, പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന അഭിഷേകം, ഹല്ലേലൂയ, അത് അല്ലെങ്കിൽ ഒരു വിത്തിനെ പോലെയാണ്. ഹല്ലേലൂയ. ഒരു വിത്ത് നമ്മൾ എങ്ങനെയാണ് സൂക്ഷിക്കുക, അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ള അഭിഷേകത്തെ, ദൈവമഹത്വം നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഹല്ലേലൂയ. കാഹള ശബ്ദം ധ്വനിക്കുമ്പോൾ ആ വിത്തിൽ നിന്നും ഹല്ലേലൂയ ഒരു ചെടി മുളയ്ക്കുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ ദൈവം പകർന്ന മഹത്വമായവൻ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഹല്ലേലൂയ നിങ്ങളുടെ ശരീരത്തെ സ്വർഗീയ തേജസ്സിന്റെ ശരീരമാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വിത്ത് നമ്മൾ കുഴിച്ചിട്ടാൽ അത് മുളച്ചു വരും നോക്കിയിരിക്കുന്നത് പോലെ തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ അഭിഷേകം പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആ മഹത്വം പകർന്നിരിക്കുന്ന അതൊരു വിത്തായിട്ട് നമ്മുടെ ഉള്ളിലാണ്. കർത്താവിന്റെ കാഹളനാദത്തെങ്കിൽ ഹല്ലേലൂയ ആ വിത്ത് മണ്ണിൽ നിന്ന് മുളച്ചൊരു ചെടിയായി മാറുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ അഭിഷേകം, നമ്മുടെ ഉള്ള മഹത്വമായവൻ അല്ലെങ്കിൽ നമ്മളിൽ പ്രത്യക്ഷമായി നാം തേജസ് പ്രാപിച്ച് രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോട് ഒരുമിച്ച് ഹല്ലേലൂയ മേഘങ്ങൾ എടുക്കപ്പെടും. അങ്ങനെ നമ്മൾ കർത്താവിനോട് ഒന്നിച്ച് ആയിരിക്കുമെന്ന്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന് വചനം വായിക്കും. പല ആളുകളും ഹല്ലേലൂയ മരണത്തെക്കുറിച്ച് വ്യത്യസ്തമായ ചിന്തകളാണ് പഠിപ്പിക്കുന്നത്. പല മതങ്ങളും ഹല്ലേലൂയ. ചിലർ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന സ്വാമി സ്വർഗവും നരകവും എല്ലാം ഇവിടെ മാസം എന്ന് പറയുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില എന്ത് നരകം എന്ത് സ്വർഗം അങ്ങനെ ഉള്ളവരുമുണ്ട്. ചിലർ പറയും ഹല്ലേലൂയ എല്ലാവരും മരിച്ചങ്ങ് സ്വർഗത്തിൽ പോകുമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ എന്നെ കേൾക്കുന്ന പ്രശ്നം, എല്ലാവരും മരിച്ച സ്വർഗത്തിൽ പോകത്തില്ല. അങ്ങനെ എല്ലാവർക്കും സ്വർഗത്തിൽ എത്താൻ കഴിയുമായിരിക്കും. നരകം ദൈവം സൃഷ്ടിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. നരകം ഉണ്ടെങ്കിൽ നരകത്തിലേക്ക് ഒരു കൂട്ടം ജനമുണ്ട്, സ്വർഗമുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് ഒരു ജനമുണ്ട്. അപ്പൊ നരകത്തിലേക്ക് പോകുന്ന സകലതും ദുഷ്ടന്മാരാ, സ്വർഗത്തിലേക്ക് പോകുന്ന വിശുദ്ധന്മാരാ. ഹല്ലേലൂയ. അപ്പൊ സഭകളിലെ പഠിപ്പിക്കുന്ന വ്യത്യസ്ത സ്ഥലങ്ങൾ. പിന്നെ ചില പഠിക്കും മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പുനർജന്മം ഉണ്ടെന്നാണ്. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ ഒരു പുനർജന്മം ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന ശുദ്ധ അസംബന്ധമായ പഠിപ്പിലാണ്. അങ്ങനെ ഒരിക്കലും മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് ഒരു പുനർജന്മമില്ല. പുനർജന്മത്തിൽ ചിലര് സ്തോത്രം വലിയ ക്രിസ്ത്യാനിയാകണം, വലിയ ഇസ്ലാം ആകണം, വലിയ നമ്പൂതിരിയാകണം, വലിയ നായരാകണം, ഏറ്റവും വലിയ ഉയർന്ന ജാതിയിലേക്ക് ആ പുനർജന്മത്തിൽ വരാൻ പലരും ആഗ്രഹിക്കുന്നു. അങ്ങനെയൊക്കെ ചില സംഭാഷണം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെയൊന്നും വരത്തില്ല കേട്ടോ. പുനർജന്മം ഒന്ന് പറയുന്നത് ഭൂമി നമുക്ക് രണ്ടാമതില്ല. നമുക്കൊരിക്കൽ മാത്രമേ ഭൂമിയിലൂടെ കടന്നു പോകാൻ പറ്റത്തുള്ളൂ. രണ്ടാമതൊരിക്കൽ പോകാൻ പറ്റില്ല. ഒരിക്കൽ മാത്രമേ ഈ ഭൂമി നമുക്ക് അവകാശമായി ജീവിക്കാനും ഒക്കെ കഴിയുള്ളൂ. മരണം കൊണ്ടെല്ലാം അവസാനിക്കുക. ഹല്ലേലൂയ. മരണം കൊണ്ടെല്ലാം അവസാനിക്കുക എന്ന് പറയുമ്പോൾ മരണം കൊണ്ട് നിലത്തെ പൊടി കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യന്റെ ശരീരമാകുന്ന ഈ കൂടാരം മണ്ണിലേക്ക് ലയിക്കും. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ മനുഷ്യന്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവ്, ആ ജീവൻ, അത് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഇടത്തേക്ക് പോകും.
ഹല്ലേലൂയ. അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടും തന്നെ പ്രാപിച്ച് നിത്യജീവന്റെ അവകാശികളെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് നിശ്ചയമായിട്ടും അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും വിശുദ്ധന്മാർക്ക്. എന്നാൽ ദൈവകൽപ്പന അനുസരിക്കാതെ ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ വീട് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് പുളച്ചു മതിച്ച് ആറാടി ആമേൻ ഉല്ലസിച്ച് നടക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്നത്, ദുഷ്ടന്മാർക്ക് ലഭിക്കാൻ പോകുന്നത് നരകമാണ്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് നരകവും സ്വർഗവും. അല്ലാതെ ഇവിടെ പുനർജന്മമില്ല കേട്ടോ. മനുഷ്യന് മരണമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. മരണാനന്തര ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ശരീരത്തോടുകൂടി ഈ രൂപഭാവത്തോടെ നമ്മളിവിടെ ധരിക്കുന്ന ഈ വസ്ത്രങ്ങളോടുകൂടി ഒന്നും അല്ല മരണാനന്തര ജീവിതം. മരണത്തോടുകൂടി ഈ ഭൂമിയിൽ വെച്ച് നമുക്കുണ്ടായിരുന്നതെല്ലാം താമൻ അസ്തമിക്കുകയാണ്. പിന്നെ നമ്മുടെ ഉള്ളിലെ ജീവനാണ്. ആ ജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെതാണ്. എന്ന് പറഞ്ഞാൽ പുനർജന്മമില്ല എന്ന് പറയുവാൻ വേണ്ടിയിട്ട് ഒരു വേദപുസ്തക വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം പറയുന്നു, ഹല്ലേലൂയ, പൊടി പണ്ട് ആയിരുന്നത് പോലെ ആമി ഭൂമിയിലേക്ക് തിരികെ ചേരും. പൊടി പണ്ട് പൊടിയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം നോക്കുകൊണ്ട്, നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവന്റെ മൂക്കിൽ ഊതി, ജീവശാസ്ത്ര ഊതി, അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പം ദൈവം നിലത്തെ പൊടി കൊണ്ട് സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ഊതിക്കഴിയുമ്പോൾ ജീവശ്വാസം ഊതിയപ്പോഴാണ് അവൻ ജീവിക്കപ്പെട്ടത്. ആ ശ്വാസം, അത് ആത്മാവ്, ആ പ്രാണൻ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പൊടി ആയിരുന്നത് പോലെ നമ്മൾ ഈ പൊടിയിലേക്ക് തിരികെ ചേരും. പക്ഷെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. ഹല്ലേലൂയ. അതാണ് സഭാപ്രസംഗിയിൽ ഹല്ലേലൂയ ശലോമോൻ പറയുന്നത്. ഒന്നുകൂടെ ഞാൻ വാക്യം വായിച്ചു കേൾപ്പിക്കും. സഭാപ്രസംഗി 12-ാമത്തെ 7-ാം വാക്യം നിങ്ങൾ കയ്യിൽ ബൈബിളുണ്ട്, എടുത്ത് വായിക്കണം കേട്ടോ. ഹല്ലേലൂയ. പൊടി പണ്ട് ആയിരുന്നത് പോലെ ആയിരുന്ന പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. അതിവിടുത്തെ ഏത് രാഷ്ട്രീയ നേതാവായിരുന്നാലും, രാജ്യത്തിന്റെ എത്ര ഉന്നത പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയായിരുന്നാലും, ഇവിടുത്തെ എത്ര കോടീശനായിരുന്നാലും, ജാതി മതം വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്ത് വരെ പാർക്കുന്ന സകല ജനങ്ങളും ഹല്ലേലൂയ മതഭേദ വ്യത്യാസമില്ലാതെ, മുഖപക്ഷം കൂടാതെ എല്ലാവരും എന്ത് ചെയ്യുന്നു പറയാവോ? ഹല്ലേലൂയ, മരിച്ച് അവന്റെ ശരീരം ഈ മണ്ണിനോട് ചേരും. ഇത് പൊടിയാണ്, മണ്ണാണ് നമ്മുടെ ശരീരം. അത് മണ്ണിലേക്ക് തിരികെ ചേരണമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മാവിന് ഹല്ലേലൂയ അത് വിശ്രമിക്കുവാൻ, ആത്മാവിന് നിത്യത മുഴുവൻ ചെലവഴിക്കണമെങ്കിൽ ഭൂമി വെച്ച് തന്നെ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും പിതാവായി സ്വീകരിക്കുന്നെങ്കിൽ മാത്രമേ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ ഇറങ്ങി വരികയും മുമ്പേ മരിച്ച വിശുദ്ധന്മാർ സ്വന്തം കർത്താവിനോടുകൂടെ ഉയർത്തിനെറ്റ് പിന്നെ ജീവനോടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിനോടുകൂടെ എടുക്കപ്പെടണമെങ്കിൽ, മേഘങ്ങൾ ഇരിക്കണമെങ്കിൽ ഇവിടെ വെച്ച് പാപങ്ങളെ ഏറ്റുപറയണം. അല്ലാതെ ഇവിടുത്തെ ഹൈന്ദവമതത്തിൽ ജീവിച്ചതുകൊണ്ട്, ഇസ്ലാം മതത്തിൽ ജീവിച്ചുകൊണ്ടോ, ബുദ്ധമതത്തിൽ ജീവിച്ചുകൊണ്ടോ, ഇവിടുത്തെ ജൈനമതത്തിൽ ജീവിച്ചതുകൊണ്ട്, ഇനി ക്രിസ്തീയ സമുദായത്തിൽ നിന്ന് പെന്തക്കോസ്തിൽ നിന്നതുകൊണ്ടോ ഒന്നും നമുക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ദൈവരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ ജീവിതത്തിൽ ക്രമീകരണം നടത്തി വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ മാലിന്യങ്ങളെ വിട്ട്, ലോകത്തിന്റെ ജടികമായ ജീവിതം വിട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരും മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരു ദുഷ്ടന്മാർക്കും, ഒരു അശ്വത്തനും, ഒരു പാപിക്കും ദൈവത്തിന് ചെല്ലാൻ കഴിയത്തില്ല. ഇന്നലെ രാത്രി വരെ കള്ളുകുടിച്ച് ബോധം നഷ്ടപ്പെട്ട് രാവിലെ കിടക്കയിൽ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല, പുള്ളി മരിച്ചുപോയി. ആള് മരിച്ചുപോയി. രാത്രി കള്ളുമായിട്ട് കിടന്ന രാവിലെ ആളില്ല, മരിച്ചുപോയി. എല്ലാവരും പറയും മനുഷ്യൻ സ്വർഗത്തിൽ പോയി. എവിടെ പോയി? ഒരു കള്ളുകുടിയൻ മരിച്ചാൽ എങ്ങനെ സ്വർഗത്തിൽ പോകും? ഒരു മോഷ്ടാവ് മരിച്ചാൽ എങ്ങനെ കള്ളുകുടിയാണ് സ്വർഗത്തിൽ? ഒരു കൊലപാതകൻ മരിച്ചാൽ എങ്ങനെ സ്വർഗത്തിൽ പോയി? പിടിച്ചുപറിക്കാരൻ, മോഷണക്കാരൻ, പീഡനക്കാരൻ. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം. കഴിഞ്ഞ തിരുവനന്തപുരത്ത് 3 വയസ്സുള്ള കുഞ്ഞിനെ വരെ വെറും മൃഗമായി പീഡിപ്പിച്ച് ഉപദ്രവിച്ച അവരൊക്കെ മരിച്ച സ്വർഗത്തിൽ പോകുമോ? മാത്രമല്ല, കാമുകന്റെ ഇഷ്ടത്തിന് വേണ്ടി കാമുകി അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ കൊന്നുകളഞ്ഞ സംഭവങ്ങൾ, അല്ലെങ്കിൽ കാമുകന്മാർ കൂടി അപ്പനും അമ്മയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മരുമക്കളും അപ്പനും കൂടി മരുമക്കളും ഭാര്യയും കൂടെ അപ്പനമ്മമാരെ ചുട്ടരിച്ച അനുഭവങ്ങൾ, കൊന്ന അനുഭവങ്ങൾ, സ്വന്തം ഭാര്യയെ വെട്ടിമുറിച്ച് സ്വന്തം ഭർത്താവിനെ വെട്ടിമുറിച്ച്, ഇവരൊക്കെ എവിടെ സ്വർഗത്തിൽ പോകും? ഒരു ദുഷ്ടനും പോകുന്നില്ല പ്രിയരെ. ഇവിടുത്തെ കൊള്ളപ്പലിശക്കാരും, കൈക്കൂലി വാങ്ങുന്ന അഴിമതിക്കാരും, കരച്ചെടുത്തുകാരും, കൊഴുത്തവരും, രാഷ്ട്രീയക്കാരും അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കാൻ വേണ്ടി അധികാരത്തിന്റെ മുഖം കയറി അനേകരുടെ രക്തം ചൊരിക്കുന്ന രക്തസാക്ഷികളാക്കി അധികാരത്തിന്റെ ചോര പുരണ്ട കസേരയിൽ ഇരിക്കുന്ന അധികാരികളൊക്കെ എവിടെ സ്വർഗത്തിൽ പോകുന്ന? വ്യാജം പറഞ്ഞു, വ്യാജ പ്രച നടത്തി, വ്യാജ ഉപദേശം നൽകി, ദുരുപദേശം പറഞ്ഞ് മനുഷ്യനെ വഴിതെറ്റിക്കുന്ന മത നേതാക്കന്മാർ എവിടെ സ്വർഗത്തിൽ പോവുകയാണ്?
ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത്, വീതെ സ്വർഗത്തിലെ ഭൂമിയിലെ വെള്ളത്തിനരിക്കും യാതൊരു പ്രതിമ ഉണ്ടാക്കരുത്, നമസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് ഭൂമി മുഴുവൻ ക്രൈസ്തവ സഭ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് മറ്റു മതങ്ങളുണ്ടാക്കി അവരെങ്ങനെ വിഗ്രഹത്തിൽ സ്വർഗത്തിൽ പോകുമെന്ന് നിങ്ങൾ പറയുന്നത്? അങ്ങനെയൊന്നും വേദപുസ്തകമില്ല കേട്ടോ. നമ്മൾ ഈ വഞ്ചിക്കപ്പെടരുത്. ഹല്ലേലൂയ. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അണ്ടഘടാകങ്ങളെ സൃഷ്ടിച്ച് അഖിലാണ്ടത്തിന്റെ ഉടയവൻ, ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടങ്ങി വഹിക്കുന്നവൻ, സർവശക്തൻ, സർവജ്ഞാനി, സർവ്വവ്യാപിയായിരിക്കുന്ന അൽഫയും ഒമേഗയുമായിരിക്കുന്ന ആദിനും അന്തിനുമായിരിക്കുന്ന രാജാതി രാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്തിയുള്ളവനും ആരും കാണാത്തവനും ആർക്കും കാണാൻ കഴിയാത്തവനുമായിരിക്കുന്ന വചനം ജഡമായിരുന്നവൻ, അല്ലെങ്കിൽ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തവൻ, മനുഷ്യനായി കർത്താൻ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നവൻ, ആ മരിച്ച് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ഗുണം ചെയ്ത് പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗം നമുക്ക് വേണ്ടി മധ്യസ്ഥ കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മുടെ ഈ ഊടായ്പ കൊണ്ടൊന്നേ സ്വർഗത്തിൽ ചെല്ലാൻ പറ്റില്ല. ഞാനീ പറയുന്ന വേദപുസ്തകത്തിലാകട്ടെ, സത്യവചനത്തെ അടിസ്ഥാനമാക്കി വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങളോട് കൂട്ടിയായി പറയുന്നത്, അല്ലാതെ എന്റെ സ്വന്തം ഇഷ്ടത്തിൽ നിന്ന് ഞാൻ പഠിച്ചു പറയുന്നൊന്നും അല്ല. സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം ബുദ്ധിക്കും ഒന്നും ഈ വചനം വായിക്കാൻ പറ്റില്ല. അത് സ്വന്തം ഇഷ്ടത്തിനും ബുദ്ധിക്കും സ്വന്തം അറിവും ഒക്കെ വെച്ചുകൊണ്ട് വചനം വായിച്ച് പ്രസംഗിക്കുന്ന രാഷ്ട്രീയക്കാരാണ്. അല്ലേ? രാഷ്ട്രീയക്കാരെ നിങ്ങൾ കണ്ടില്ലേ? അവർ വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളും കാണാതെ പഠിക്കും, ബൈഹാർട്ടാക്കി അവർ പെന്തക്കോസ്തുകാരുടെ അല്ലെങ്കിൽ സ്റ്റേജിൽ ചെന്ന് കത്തോലിക്കരുടെ സ്റ്റേജിൽ ചെന്ന് ക്രൈസ്തവ സ്റ്റേജിലേക്ക് ചെന്ന് അവർ വലിയ പണ്ഡിതന്മാരെ പോലെ ബൈബിൾ അറിയാവുന്നതുപോലെ അവർ ആ ബുദ്ധിയുടെ പ്രമാണം അല്ലയോ ആ ബുദ്ധി കൊണ്ട് സംസാരിക്കുക. അതൊന്നും ആത്മാവിലല്ല. അങ്ങനെ അവരെ ദൈവത്തിൽ പ്രസംഗിച്ചുകൊണ്ട് അവർ സ്വർഗത്തിൽ പോകത്തില്ല. കാരണം അവരുടെ ജീവിതത്തിന് പിന്നാമ്പുറം അവർ അധികാരത്തിന് വേണ്ടി അനേകരുടെ രക്തം ചൊല്ലിച്ച് തല്ലുണ്ടാക്കി അടിയുണ്ടാക്കി തല്ലാനും വെട്ടാനും കുത്തുവാനും ആഹ്വാനം കൊടുത്തിട്ട് ചിരിച്ച മുഖത്തോടുകൂടി വന്ന് കസേരയിൽ നിന്ന് രാജ്യത്തെ പ്രതിദാനം ചെയ്യുന്ന ലോകരാജ്യങ്ങളെ രാഷ്ട്ര തലവന്മാർ ആരുമായിക്കട്ടെ, അവർക്കൊന്നും സ്വർഗം കിട്ടത്തില്ല. ഒരു പാപിക്കും സ്വർഗത്തിൽ പോകരുത്. പിന്നെ സ്വർഗത്തിൽ പോകുന്ന ആരാ? വിശുദ്ധന്മാർ. ഒന്നുകൂടെ കേട്ടോണം, സ്വർഗത്തിലേക്ക് ആരാ പോകുന്നത്? വിശുദ്ധന്മാർ. ഈ ലോകത്തുള്ള 800 കോടി ജനം ഇപ്പോഴുണ്ട്. 800 കോടി ജനങ്ങൾ എണ്ണത്തിൽ പെടാത്തവരുമുണ്ട്. അവരെല്ലാം സ്വർഗത്തിൽ പോകുമെന്ന് പറയാൻ പറ്റുമോ? മാത്രമല്ല, നമ്മ മുമ്പിൽ മരിച്ചു പോയ എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ ഈ മണ്ണിൽ മറഞ്ഞു കിടക്കുന്നു. അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ ആദ്യഫലമാണ്. മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റവൻ യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തുവിന് ശേഷമായി ഈ ഭൂമിയിൽ ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പലരും പലതും പറഞ്ഞ് പഠിപ്പിക്കുന്ന, അങ്ങനെ പലർക്കും പലതും പറഞ്ഞ് പറ്റിച്ച് പലരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി, പലരുടെ കേസിൽ കിടന്ന് പണം വാങ്ങി, അല്ലെങ്കിൽ പോക്കറ്റ് വീർപ്പിച്ച് ഇവിടുത്തെ ഉല്ലാസ ജീവിതം നയിക്കുന്ന അനവധി ആളുകൾ പറയുന്നുണ്ട് മരിച്ചതിന് ശേഷം പലരും ഉയർത്തെഴുന്നേറ്റു എന്ന്. ആരും ഉയർത്തെഴുന്നേറ്റ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഒരു തെളിവ് കാണിക്കാമോ? ഈ മരിച്ചവരുടെ ആദ്യഫലമായി ഉയർത്തെഴുന്ന യേശുക്രിസ്തുവിന് ശേഷമായിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു വ്യക്തിയെ കുറിച്ച് വേദപുസ്തകത്തിലോ ലോക ചരിത്ര ഭാഗങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? അത് ചോദിക്കാൻ കഴിയത്തില്ല. മരിച്ചുപോയവരെ ഉയർപ്പിച്ചിട്ടുണ്ട് യേശുക്രിസ്തുവിന്റെ വചനം. വിശുദ്ധന്മാർ അവർ വീണ്ടും മരിച്ച് മണ്ണോട് മണ്ണായി മണ്ണിൽ മറഞ്ഞ് അവരെ അടക്കി കല്ലറയ്ക്കകത്ത് ആ ശവക്കുഴിക്കകത്ത് നിദ്ര കൊള്ളുകയാണ്. അവരെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ ഇറങ്ങി വരുമ്പോൾ ആ മണ്ണിൽ ഉറങ്ങുന്ന വിശുദ്ധന്മാർ, മുമ്പേ മരിച്ചവർ അല്ലെങ്കിൽ ജീവിക്കപ്പെടുന്നു പറഞ്ഞത് വിശുദ്ധന്മാർ കേട്ടോ. അല്ലാതെ ഈ മണ്ണിൽ ഉറങ്ങുന്ന എല്ലാവരും അങ്ങ് ജീവിക്കത്തില്ല. അല്ലേറിയ. അതുകൊണ്ട് നിന്റെ പഠനം പഠിപ്പിച്ച് നീ കടന്നു പോകുന്ന മേഖലകളെയൊക്കെ നീ മനസ്സിലാക്കിയിട്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, മരണാനന്ത ഒരു ജീവിതം നമ്മുടെ ദൈവം വെച്ചിട്ടുണ്ട്. മരണാനന്തര ജീവിതത്തിലേക്ക് നീ പ്രവേശിക്കണമെങ്കിൽ, നിത്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ജീവിതം വെടിപ്പോടെ സൂക്ഷിക്കണം. അല്ലേറിയ. അപ്പം മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് നമ്മൾ വ്യക്തമായിട്ടൊന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 42, 43 സ്തോത്രം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. മരിച്ചവരുടെ പുനരുത്ഥാനവും അവിടെ തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ അല്ലെങ്കിൽ ശക്തി ഉയർക്കപ്പെടുന്നു, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടും, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. അല്ലേരിയ. എന്നിട്ട് പറയണം, ഒന്നാം മനുഷ്യനായ ആദാം ജീവുള്ള ദേഹിയായി തീർന്നെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി ഒന്നാമത്തെ ആദാമായിരുന്ന ആദാം പാപം ചെയ്ത് ദൈവസ്നേഹം പാപത്തിൽ മരിച്ചു. എന്നാൽ ഒടുക്കത്തെ ആദാമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ സകല ജനങ്ങളും ജീവിക്കപ്പെടുന്നു. അല്ലേരിയ. അപ്പൊ ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി
എന്നാൽ ആത്മീയമല്ല, പ്രാകൃതമത്രയും. ഒന്നാമത്തേത് എന്തായിരുന്നു? അറബിയിൽ അത് പ്രാകൃതമായിരുന്നു. രണ്ടാമത്തേത് ആത്മീയമാണ്. ഹല്ലേലൂയ. അപ്പൊ ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ. ഒന്നാം മനുഷ്യനാരാണ്? ആദം, ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ. രണ്ടാം മനുഷ്യനാരാണ്? ആരാണ്? അവൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. യേശു ആരാണ്? സ്വർഗത്തിൽ നിന്നുള്ളവൻ. മറിയയുടെ ഉദരത്തിലാണ് യേശു ജനിച്ചതെങ്കിലും അതൊരു മനുഷ്യന്റെ ഇഷ്ടത്താൽ ജനിച്ചതല്ല, യോസേപ്പിന്റെ മകനല്ല. യോസേപ്പിനും മറിയെ വിവാഹം നിശ്ചയം ചെയ്തവർ കൂടി വരുമ്പേ മറിയ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായെന്ന. അങ്ങനെ പരിശുദ്ധാത്മാ അത് മനുഷ്യന്റെ ഇഷ്ടത്തിന്, മനുഷ്യന്റെ കെടുന്ന ബീജത്താലല്ല. ഹല്ലേലൂയ, സ്തോത്രം. അത് പരിശുദ്ധാത്മാവിലാണല്ല. അപ്പൊ ആ യേശു ക്രിസ്തു മറിയയുടെ ഉദരത്തിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ അവൻ വീണിൽ നിന്നുള്ളവനാണ്, സ്വർഗത്തിൽ നിന്നുള്ളവനാണ്, മണ്ണുകൊണ്ടുള്ളവനല്ല ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, മണ്ണുകൊണ്ടുള്ളവനല്ല ദൈവം, ദൈവം സ്വർഗത്തിൽ നിന്നുള്ളവനെ വേദപുസ്തകം പറയുകയാണ്. ഹല്ലേലൂയ. രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ, മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. മണ്ണുകൊണ്ടുള്ളവരെ പോലെ മണ്ണുകൊണ്ട്, അത് ആദവരെ പോലെ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മരക്ഷ പ്രാപിച്ച ദൈവത്തിന്റെ വിശുദ്ധന്മാർ എന്ത് ചെയ്യുന്നു? ആ സ്വർഗീയനെ പോലെ ഈ ഭൂമി നമ്മൾ ജീവിക്കും. അല്ലെങ്കിൽ നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. നമ്മൾ ഈ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നാൽ ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ മഹത്വമായ പരിശുദ്ധാത്മാവിന്റെ ആ തേജസ്സും അഭിഷേകം നമ്മൾ വരുമ്പോൾ നമ്മൾ സ്വർഗീയമായവന്റെ പ്രതിമ ഇവിടെ വെച്ച് ധരിക്കുകയാണ്. അതിന്റെ പൂർത്തീകരണം നടക്കുന്നത് കർത്താവിന്റെ മധ്യാകാശ വരവിലാണ്. ഈ മണ്ണുകൊണ്ടുള്ള ശരീരത്തെ നമ്മൾ വിട്ടിട്ട് എന്ത് ചെയ്യും? നമ്മൾ സ്വർഗീയമായവന്റെ ശരീരം പ്രതിമ ധരിച്ചുകൊണ്ട് തേജസ് പ്രാപിച്ച് വേദപുസ്തകം നാം എല്ലാവരും രൂപാന്തരം പ്രാപിക്കുമെന്ന. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ലോകത്തിന്റെ ധനത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പെണ്ണിന് വേണ്ടി, മണ്ണിന് വേണ്ടി, പൊന്നിന് വേണ്ടി, ഇവിടുത്തെ സ്ഥാനത്തിന് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി നീ ഓടി നടന്നതിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയാതെ ഭൂമി നീ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗരാജ്യത്തെ കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടാകണം. സ്വർഗരാജ്യത്തെ കുറിച്ച് നീ അറിഞ്ഞിരിക്കണം. നീ അത് പഠിക്കണം. നിന്റെ മക്കളെ പഠിപ്പിക്കണം, നിന്റെ കുടുംബത്തിലുള്ളവരെ പഠിപ്പിക്കണം. ഹല്ലേലൂയ. ലോകത്തിന്റെ പാപസുഖങ്ങളിലേക്ക് വീണ്ടും ജീവിതം നീ ഒടുക്കിക്കളയരുത്. നിന്റെ ജീവിതത്തെ നരകത്തിന് വിട്ടുകൊടുക്കരുത്. സാത്താൻ നിന്നെ വലിച്ചുകൊണ്ട് പോകാൻ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് സാത്താന്റെ ദൂതന്മാർ നിന്നെ ചുറ്റിപ്പറ്റി നടക്കുക. അവൻ നിന്നെ ഭൂമിയിലുള്ള സകല പാപ സ്വഭാവങ്ങൾക്കും വിധേയപ്പെടുത്തി നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് നിന്നെ അപകടത്തിൽപ്പെടുത്തും, കെണിയിൽപ്പെടുത്തി നിന്റെ ജീവനെ അവൻ അപഹരിച്ചെടുക്കും. ഹല്ലേലൂയ, രക്തം ചെയ്യും. അതുകൊണ്ട് ഈ തെസ്സലോനിക്ക ലേഖനമൊക്കെ വായിക്കുമ്പോഴേ ആ 4-ാം അധ്യായത്തിന്റെ 16-17 വാക്യമൊക്കെ മനസ്സിരുത്തി ഒന്ന് വായിച്ച് ധ്യാനിച്ച് എന്താണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്താണ് എനിക്ക് മനസ്സിലാകുന്നതിലൊന്ന് ഞാനൊന്ന് വെളിപ്പെടുത്തി തരണമേ, ഒന്ന് മറനീക്കി തരണമേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധന്മാവ് നിങ്ങളെ സഹായിക്കും. ഞാനൊക്കെ പണ്ട് ചിന്തിച്ചു വരുന്നത്, ഞാൻ ഭയങ്കര മുഴുകള്ളുകൂടിയാണ്. എപ്പോഴും ഞാൻ പറയുന്നത്, എനിക്ക് പറയാൻ ലജ്ജയൊന്നുമില്ല. മുഴുകള്ളുകൂടിയും മയക്കുമരുന്ന് അടിമയായിരുന്നു. ഞാൻ കഞ്ചാവിനൊക്കെ അടിമയായിരുന്നു. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഞാനും ഭയങ്കര വീം പഠിക്കരുത്, പൊങ്ങച്ച സ്വയം പ്രശംസ എന്ന് പറഞ്ഞാൽ അഹങ്കാരം. ഞാൻ മരിച്ചിറങ്ങ് സ്വർഗത്തിലാണ്. ഞങ്ങൾ ആരാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞങ്ങളുടെ പിതാക്കന്മാരുടെ കുടുംബം ആരാന്ന് ഞങ്ങൾ വലിയ പാരമ്പര്യമുള്ളവരാണ്, ഞങ്ങൾ ഭയങ്കര മഹത്വമുള്ളവരാണ്. ഞങ്ങളൊക്കെ എൻ്റെ അപ്പൻ പറയുന്നത്, എൻ്റെ വല്യപ്പൻ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ മരിച്ച് മൺമറഞ്ഞ് എൻ്റെ വല്യപ്പനൊക്കെ നിത്യ നരകത്തിൽ കിടക്കുക, രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല. എന്നാൽ ഞാനൊക്കെ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷമായിട്ട് എൻ്റെ അപ്പനൊക്കെ അങ്ങ് രക്ഷിക്കപ്പെട്ടു. എൻ്റെ അപ്പനൊക്കെ രക്ഷിക്കപ്പെട്ടു, എൻ്റെ വീട്ടിലെൻ്റെ അമ്മയൊക്കെ രക്ഷിക്കപ്പെട്ടു. അവർ ക്രിസ്തുവിൽ എല്ലാവരും വീണ്ടും ജന്മം പ്രാപിച്ച് ഹല്ലേലൂയ അവർ ഭൂമിയിൽ മരിച്ചു. ഇനി കർത്താവിന്റെ വരവെങ്കിൽ ഹല്ലേലൂയ ആ സ്വർഗീയന്റെ സ്വർഗീയന്റെ പ്രതിമ ധരിച്ചുകൊണ്ട് ആ സ്വർഗീയ കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ മണ്ണുകൊണ്ടുള്ളത് മുഴുവൻ വിട്ടിട്ട് ഒരു ആത്മശരീരത്തോടെ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേക്കും. അതാണ് അവതരണം പറഞ്ഞത്, മനുഷ്യരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ദേശത്തിൽ പല അഭിപ്രായങ്ങളാണ്. ഹല്ലേലൂയ, രക്തം ചെയ്തു. നമ്മുടെ ദേശത്തിൽ എന്താണ് പല അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ രാഷ്ട്രങ്ങളില് ഹിന്ദുക്കൾ മരിച്ചാൽ അവരുടെ മൃതശരീരം ദഹിപ്പിക്കുന്നു. ഹിന്ദുക്കൾ മരിച്ചാൽ പണ്ടൊക്കെ മണ്ണിൽ കുഴിച്ചിടുമായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യുന്നു? അത് പുതിയ സംസ്കാരം, പുതിയ രീതിയൊക്കെ വന്നു കഴിഞ്ഞു. പണ്ടുകൊണ്ട് പണ്ടത്തെ ദഹിപ്പിക്കുന്നുണ്ട്. ഇന്ന് അത് എല്ലായിടത്തുമായി. എല്ലാവരും ഹിന്ദുക്കൾ എന്ത് ചെയ്യും? അവരെ ദഹിപ്പിക്കുന്നു. ഇസ്ലാമിയർ മരിച്ചാൽ എന്ത് ചെയ്യുന്നു? അവരെ അടക്കം ചെയ്യുന്നു. എന്നാൽ ഒരു ക്രൈസ്തവൻ ദഹിപ്പിക്കുകയോ അടക്കം ചെയ്യുകയോ ചെയ്യുന്നില്ല. ഒരു ക്രൈസ്തവൻ ദഹിപ്പിക്കുകയോ അടക്കം ചെയ്യുകയോ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ഇരിക്കും, പിന്നെ ക്രൈസ്തവൻ എന്താ ചെയ്യുന്നത്?
അതിനെക്കുറിച്ച് വേദപുസ്തകം ഒരു ക്രൈസ്തവ വിശ്വാസി, വീണ്ടെടുക്കപ്പെട്ട ഒരു ക്രിസ്തീയ വിശ്വാസി മരിച്ചു കഴിയുമ്പോൾ അവനെ മണ്ണിൽ അടക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പയറുവിത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിത്തുമണി നമ്മൾ കൊണ്ട് മണ്ണിൽ കുഴിച്ചിടുന്നത് പോലെ, മണ്ണിൽ താഴ്ത്തി വെക്കുന്നത് പോലെ ആ മനുഷ്യന്റെ മണ്ണുകൊണ്ടുള്ള ശരീരത്തെ, ജീവൻ പോയ ശരീരത്തെ ആ മണ്ണിൽ ഒരു വിത്തുമണി പോലെ ആമെ കുഴിച്ചു വെക്കുക. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ അനവധി ശക്തന്മാരായിരിക്കും ദൈവദാസന്മാരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ വളരെ വായിച്ച് ചിന്തിച്ചിട്ട് എനിക്കൊരു ബോധ്യമായിട്ടാണ് ഞാനത് പ്രസംഗിച്ചത് കേട്ടോ. അല്ലേ, അപ്പൊ നാം ക്രൈസ്തവൻ മരിക്കുമ്പോൾ അവന്റെ ശരീരത്തെ എന്ത് ചെയ്യുന്നു? മണ്ണിൽ ഒരു വിത്തുമണി വിതയ്ക്കുന്നത് പോലെ ആ ശരീരം അല്ലിയ ആമീൻ പലരും കൂടി ചുമന്നു കൊണ്ടുപോയി അവരെ അടക്കം ചെയ്യുന്ന സിമിത്തേരിയിൽ, കല്ലറയിൽ അവരെ വിത്ത് വിതയ്ക്കുന്നത് പോലെ കൊണ്ടുപോയി വെക്കുക, ആ കല്ലറയിൽ കൊണ്ട് വെക്കുക. ഇപ്പൊ എന്റെ ഭാര്യ 2023 ഏപ്രിൽ മാസം 21 മരിച്ചു. അപ്പൊ ഞങ്ങൾക്ക് മാനുഷികമായ ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും എനിക്ക് എന്റെ മോൾക്കുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ കൂടി ഞങ്ങൾ അവളെ എടുത്തുകൊണ്ട് പോയി കുന്നംകുളത്തുള്ള നാഗൽ സെമിത്തേരിയിൽ കല്ലറയിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു വിത്തുമണി കുഴിയിൽ അടക്കുന്നത് പോലെ തന്നെ, ഒരു വിത്തുമണി കുഴിയിൽ ആ മണ്ണിൽ വെക്കുന്നത് പോലെ തന്നെ എന്റെ വൈഫിന്റെ ശരീരം ഞങ്ങൾ കല്ലറയിൽ വെച്ച് മണ്ണിട്ട് മൂടി അലരിയ അടച്ചു വെച്ചിരിക്കുക. ഇനി ആ നിലത്ത് വിതച്ച വിത്തുപണി പൊട്ടിമുളച്ചൊരു തൈയായി ഫലം കായ്ക്കുന്നത് പോലെ, ആ ചെടി മുളച്ചു വരുന്ന പോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ ഞങ്ങൾ കല്ലറയിൽ കൊണ്ടുവച്ച എന്റെ വൈഫിന്റെ എന്ന് പറഞ്ഞാൽ അതുപോലുള്ള മറ്റൊരു ശവശരീരം എന്ത് ചെയ്യും? വിതച്ച വിത്തുണ്ടല്ലോ, ആ ശരീരം ഉയർത്തിനേക്കും. അതാണ് ഞങ്ങളുടെ പ്രത്യാശ കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഒരു ദിവസം മുളച്ച് മഹനീയമായി എഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് സഭാപ്രസംഗിയുടെ പുസ്തകം ഞാൻ ആദ്യം വായിച്ചത്. നാം പൊടി പണ്ടായിരുന്ന പോലെ നാം പൊടിയിലേക്ക് ചേരും, ആത്മാവും അവനെ തന്നവന്റെ അരികിലേക്ക് മടങ്ങിച്ചേരും. എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവി, ഒരു ക്രൈസ്തവൻ മരിച്ചു കഴിഞ്ഞാൽ, വിശ്വാസി മരിച്ചാൽ, വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവത്തിൽ മരിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധനായവനെ, മഹത്വമായവനെ, അഭിഷേകത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ പാപസ്വങ്ങൾ വീഴാതെ, ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾക്കകത്ത് വീണു പോകാതെ വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയെ പലരും കൂടി ചുമന്നുകൊണ്ടുപോയി കുഴിയിൽ വെച്ച് മണ്ണിൽ അടക്കുന്നുണ്ടെങ്കിലും അത് വിത്ത് മണി കുഴിച്ചിടുന്നത് പോലെ ഒരു വിശുദ്ധനെ കൊണ്ടുവെക്കുക. അവനൊരിക്കലും ഉയർക്കും. ചെടി മുളച്ചു വരുന്നത് പോലെ ആ മനുഷ്യൻ ഒരിക്കൽ മുളച്ചു വരും. ആ മനുഷ്യൻ ഒരു എഴുന്നേറ്റ് വരും, ഉയർക്കും. അതാണ് തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നാം വായിച്ച വചനം. നമ്മളിതിനെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. വലിയ ഈ മരണ വീട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ ഒരുപാട് സ്ഥലത്തൊക്കെ ഈ വേർപാടുകാരുടെ വീട്ടിലെ മരണടക്കിനും അതുപോലെ ക്രൈസ്തവർ മരണടക്കിനും ഒക്കെ പോകുമ്പോൾ അവസാനം ഈ വചനം വായിക്കുന്നത് കേൾക്കുന്നുണ്ട്. അല്ലേരിയ, ക്രൈസ്തവരൊക്കെ ഈ വചനം വായിക്കുക. അവിടുത്തെ പള്ളിയിലെ പുരോഹിതന്മാരൊക്കെ ഇത് വായിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലേരിയ, ഞാനും ക്രൈസ്തവ പള്ളിയിൽ നിന്ന് ഇത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്നത്തൊന്നും മനസ്സിലായി. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതെന്താണത് അങ്ങനെ ചെയ്യാൻ കാരണം. പക്ഷെ ഇവിടെ എല്ലാം കൊണ്ട് വിത്ത് വിതയ്ക്കുന്നത് പോലെ, വിത്ത് കൊണ്ട് കുഴിച്ചിടുന്ന പോലെ എല്ലാം സംസ്കാരങ്ങളും ക്രൈസ്തവർ ചെയ്യുന്നുണ്ടെങ്കിലും അതിലെല്ലാവരും ഉയർത്തെഴുന്നേക്കത്തില്ല. ചില വിത്തൊക്കെ ഉണ്ടല്ലോ, ചില പയറുണിയൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും അതിന്റെ സസ്യ വിത്തുകൾ കൊണ്ട് ചിലത് മുളച്ചിട്ട് ചിലത് കിളുക്കത്തില്ല. നമ്മൾ കണ്ടിട്ടില്ല ചില വിത്ത് അത് വിളച്ചില്ല, അത് ചിലപ്പോൾ നമ്മൾ ഉറുമ്പ് കൊണ്ടുപോയി കാണും, പാറ്റ കൊണ്ടുപോയി കാണും, പുഴു വരിച്ച് അത് കേടായി കാണും, അത് ദ്രവിച്ചു പോയി എന്നൊക്കെ പറഞ്ഞതുപോലെ എല്ലാ വിത്തുകളും ഉയർത്തെഴുന്നേക്കത്തില്ല. ക്രൈസ്തവരോട് പറയട്ടെ, നിങ്ങൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട ശവക്കോട്ടയിൽ അല്ലെ കല്ലറയിൽ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ വരവെങ്കിൽ എല്ലാവരും ഉയർക്കുന്ന പോലെ എല്ലാവരും ഉയർത്തെഴുന്നേക്കത്തില്ല. എല്ലാ വിത്തും മുളയ്ക്കാത്തതുപോലെ ചിലത് ഉയർക്കത്തില്ല. കാരണം ഭൂമിയിൽ വെച്ച് തന്നെ ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ കൽപ്പന വിശുദ്ധ ജീവിതം നയിച്ച് ആ വിശുദ്ധിയിലാണ് ആ മനുഷ്യൻ മരിക്കുന്നെങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവെങ്കിൽ ചെടി മുളയ്ക്കുന്നത് പോലെ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. രക്തം ചെയ്യും. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ദൈവത്തിന്റെ വചനത്തിന് നമ്മൾ കൊടുക്കേണ്ട ശ്രേഷ്ഠത എത്ര വലുതാണ്, പ്രാധാന്യം എത്ര വലുതാണ്. അതറിഞ്ഞ് ജീവിച്ചാൽ അല്ലേലൂയ നമുക്ക് ജീവിക്കാൻ കഴിയും. അല്ലേലൂയ. അല്ലാതെ ഇവിടെ എല്ലാ വെറുപ്പൂത്തും ചെയ്തിട്ട് അല്ലേലൂയ നടക്കുന്നവർക്ക് സ്വർഗത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന യേശുക്രിസ്തുവിനെ അടക്കം ചെയ്യുവാൻ കൊണ്ടുപോകുമ്പോൾ അവന്റെ ശരീരം ധാരാളം ശീലകൾ കൊണ്ട്
ചുറ്റിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യേശുവിനെ അടക്കാൻ കൊണ്ടുപോകുമ്പോൾ അവനെ കുരിശിൽ നിന്ന് ഇറക്കി അവനെ അരിമത്തിക്കാനായിരിക്കും യോസേഫും നിക്കോദീമോസും എല്ലാം കൂടെ കൊണ്ടുവന്ന ശീലകൾ കൊണ്ട് പൊതിഞ്ഞു ചുറ്റിക്കെട്ടി ഹല്ലേലൂയ അവർ കൊണ്ടുവന്ന സുഗന്ധമെല്ലാം കൂടെ ചേർത്ത് ചേർത്ത് പുരട്ടി ശീലകളിൽ പൊതിഞ്ഞ് കല്ലറയിൽ നമ്മുടെ യേശുവിനെ അടക്കി. ഹല്ലേലൂയ. പക്ഷെ സംഭവിച്ചത് എന്താണ്? മൂന്നാം നാൾ കർത്താവായ യേശു ക്രിസ്തു അതിശക്തിയോടെ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഭൂമിയിൽ വെച്ച് മനുഷ്യൻ ചാർത്തിയിരുന്ന മനുഷ്യൻ ചുറ്റിക്കെട്ടിയത് പൊതിഞ്ഞു കെട്ടിയിരുന്ന വസ്ത്രമെല്ലാം കൂടെ അഴിച്ച് കല്ലറയുടെ തലക്കൽ വെച്ചിട്ട് യേശു എന്ത് ചെയ്തു? തേജസ്സിന്റെ വസ്ത്രം ധരിച്ചു എഴുതിട്ട് പോയി. എന്റെ ഓർത്തു നോക്കി. അടക്കിയത് എങ്ങനെയാ? വളരെ പട്ടുറുമാലും ഒക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ എന്തോ നല്ല വില കൂടിയ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് ചുറ്റിക്കെട്ടി ശീലകൾ അല്ലെങ്കിൽ പട്ടുശീലകളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ അതൊക്കെ പൊതിച്ച്, കാരണം യേശു ആയിരുന്നല്ലോ. അതുകൊണ്ട് ഒട്ടും കുറയ്ക്കാതെ അരിമത്തിക്കന്നെ യോസേഫും നിക്കോദീമോസും ഒക്കെ പണമുള്ളവനായിരുന്നു കൊണ്ടും അന്ന് അവർക്കെല്ലാം സ്വാധീനം ഉണ്ടായിരുന്നുകൊണ്ടും അവർ നല്ല പട്ടുശീലൊക്കെ കൊണ്ടുവന്നായിരിക്കും. ഇന്നത്തെ രീതിക്ക് തന്നെ പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ മതി. അങ്ങനെ അടക്കം ചെയ്തു. പക്ഷേ ഉയർപ്പെങ്കിൽ എന്ത് ചെയ്തു? ഈ ലോകത്തിൽ നിന്ന് ഇഹലോകമായ വസ്ത്രങ്ങളെല്ലാം യൂരി യേശു കല്ലറയ്ക്കുള്ളിൽ വെച്ചിട്ട് മഹത്വത്തോടെ അവൻ ഉത്ഥാനം ചെയ്തുവെന്നാണ് ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 20-7 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ശീലകൾ കിടക്കുന്നതും അവന്റെ അരയിൽ ചുറ്റിയിരുന്ന റൂമാൽ ഹല്ലേലൂയ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. ഇപ്പം യേശുവിനെ ചുറ്റിക്കെട്ടിയ റൂമാനും ശീലകളൊക്കെ എന്തോ യേശു ഉയർത്തി നിൽപ്പോൾ യുഗലോകത്തിലെ വസ്ത്രമെല്ലാം അവിടെ ചുരുട്ടിക്കെട്ടി ഒരു മൂലയ്ക്ക് വെച്ചിരിക്കുന്നു എന്ന്. ഞാനത് വായിച്ചപ്പം ഞാൻ കർത്താവ് ഇപ്പൊ ഇവിടെ ഭൂമിയിൽ നമ്മൾ മനുഷ്യൻ മരിക്കുമ്പോൾ എന്റെ അപ്പം മരിച്ചപ്പം കേട്ടോ, എന്റെ അപ്പം മരിച്ചപ്പം അല്ലെങ്കിൽ എന്റെ പെങ്ങള്, എന്റെ മൂന്നാമത്തെ പെങ്ങള്, അവൾ അവസാനം അപ്പം മരിച്ചു കഴിഞ്ഞ് കൊണ്ടുവന്ന് കല്ലറയിൽ ഈ പെട്ടി മൂടാൻ നേരത്തുണ്ടല്ലോ, അവളൊരു നല്ല പുത്തൻ ഷർട്ട് കൊണ്ടുവന്ന് അപ്പന്റെ പെട്ടിയിലൊക്കെ വെച്ചു. അപ്പന്റെ പെട്ടിയിലോട്ട് കൊണ്ടിട്ട് ഇത് അപ്പന് കൊടുത്തതാണെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ചോദിച്ചത് എന്തിനകത്ത് ഇങ്ങനെ കൊടുക്കുന്നത്? നല്ലൊരു ഷർട്ടില്ല, അപ്പനിന്റെ അതിന്റെ ആവശ്യമില്ല. വീട്ടിലേക്ക് പോകാൻ പോകുന്ന അപ്പനിപ്പം കുടുപ്പിന്റെ ആവശ്യമുണ്ട്. എന്റെ അപ്പൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അഭിഷേകം ദൈവം എന്ന ആളാണ്. ഒരു വിത്തുമണി അടക്കുന്നവരെ കുഴിയിലേക്ക് അടക്കൊണ്ട് ഞങ്ങൾ സംസ്കരിക്കാൻ പോകാത്ത ഒരു വിത്തുമുളക് മുളയ്ക്കുന്നത് എനിക്കറിയാം. അപ്പൊ ഞാൻ നമ്മൾ നീ എന്തിനകത്ത് കൊടുക്കാം? അപ്പന് കൊടുത്തിട്ടാന്ന് പറഞ്ഞു. എന്നല്ല, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവർ കാണുന്നില്ലേ, മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ മരിച്ചു കഴിയുമ്പോൾ മനുഷ്യൻ അടക്കാൻ പോകുമ്പോഴത്തേനും ഉടുപ്പ് കൊടുക്കുന്നു, മുണ്ട് കൊടുക്കുന്നു, ഇതെല്ലാം കൊടുക്കും. എന്തെല്ലാം വില കൂടി വസ്ത്രം കൊടുത്ത് അവസാനത്തെ കൊടുക്കുകയല്ലേ, അത് കൊടുത്തങ്ങ് വിടുക. എന്നെ കേൾക്കുന്നവർക്ക് സ്നേഹിക്കുക, കർത്താവായ യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞ് യേശുവിനെ ക്രൂശിൽ നിന്ന് ഇറക്കി കഴിഞ്ഞ് അരിമത്തിക്കാരനായ യോസേഫും നിക്കോദീമോസും ഒക്കെ എത്ര വിലപിടിപ്പുള്ള ശീലകളാണ് ഹല്ലേലൂയ യേശുവിനെ ധരിപ്പിച്ചത്. അല്ലേ? എത്ര ആ ശീലകളിലെ പൊതിഞ്ഞ് സ്തോത്രം ചുറ്റിക്കെട്ടിയത്. ഒന്നുകൂടെ ഞാൻ വചനം വായിച്ചു നോക്കി. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 7-ാം അധ്യായം ഒന്നുകൂടെ വായിച്ചു. 7-ാം വാക്യം ഒന്നുകൂടെ. യോഹന്നാന്റെ സുവിശേഷം 20-ാം വാക്യം: ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ. ശീലകൾ, അവനെ ഉടുപ്പിച്ച ശീലകൾ, അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ഹല്ലേലൂയ ശീലകളോടുകൂടെ കിടക്കാതെ രണ്ടും രണ്ടായിട്ട് തിരിച്ച്, ശീലകളും റൂമാലും രണ്ടും രണ്ടായിട്ട് തിരിച്ച് കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടിക്കെട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. ആദ്യം കല്ലറയ്ക്കൽ എത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ടു വിശ്വസിച്ചു. അപ്പൊ ഇഹലോകത്തിലെ വസ്ത്രമൊന്നും ഇല്ലെന്ന്. മരിച്ചു കഴിയുമ്പോൾ ഇതൊന്നും നമ്മൾ കുടിയിലോട്ട് കൊടുക്കേണ്ട കാര്യമില്ല. മരിച്ചു കഴിയുമ്പോൾ നമ്മൾ വില കൂടിയ ഷൂസ് ഇട്ട് കൊടുക്കുന്നു, വലിയ കണ്ണാടി വെച്ച് കൊടുക്കുന്നു, വലിയ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു. പെട്ടി മൂടാൻ പോകുന്ന നമ്മൾ കുഴിയിലേക്ക് വെക്കാൻ പോകുന്ന നമ്മൾ ഒരുപാട് അങ്ങ് കുഴിയിലേക്ക് വലിച്ചെറിയും. എന്റെ പ്രിയ സ്നേഹിത, മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, വിശുദ്ധനാണെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഒരു വസ്ത്രത്തോടു കൂടി അല്ല എഴുന്നേൽക്കുന്നത്. യേശു ഭൂമിയിലെ ഇഹലോകത്തിലെ വസ്ത്രങ്ങളോട് കൂടി അല്ല ഉയർത്തെഴുന്നേറ്റത്. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ എല്ലാം ചുരുട്ടിക്കെട്ടി ഒരു മൂലയ്ക്ക് വെച്ചിരിക്കുകയായിരുന്നു. ഇഹലോകത്തിലെ വസ്ത്രം അവനെ ധരിപ്പിച്ചത്. അവൻ മഹത്വത്തിന്റെ വസ്ത്രത്തോടെ, തേജസ്സിന്റെ വസ്ത്രത്തോടെ ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തുന്നത്. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവം നമുക്ക് നൽകുന്ന രക്ഷയുടെ വസ്ത്രത്തെ, സ്തുതിയുടെ വസ്ത്രത്തെ, സ്തോത്രം ഹല്ലേലൂയ സ്തുതി എന്ന മേലാടെ ധരിച്ചുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മൾ മരിച്ച് വിശുദ്ധനാണെങ്കിൽ കേട്ടോ,
മരിച്ചിറക്കി കർത്താവിന്റെ വരെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആ രക്ഷയുടെ വസ്ത്രം ധരിച്ച്, ആ സ്തുതിയുടെ വസ്ത്രം ധരിച്ച്, തേജസ്സിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ദൈവ തേജസ്സാൽ നാം രൂപാന്തരം പ്രാപിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നീ അപകടത്തിൽ ചെന്ന് ചാടരുത്, ദുരന്തത്തിൽ ചെന്ന് ചാടരുത്, നീ വശീകരണത്തിൽ ചെന്ന് ചാടരുത്, ദുരൂപത ചെന്ന് ചാടരുത്. നീ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീ കർത്താവിന് വേണ്ടി ഇതിന്റെ ജീവിതം കൊടുത്തിട്ട് സ്തോത്രം, കർത്താവിന്റെ വരവിൽ നിനക്ക് ഉയർത്തെഴുന്നേൽപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ, അങ്ങനെ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, അവരോടുകൂടെ രൂപാന്തരം പ്രാപിച്ച് നീ സ്വർഗരാജ്യത്തിന്റെ നിത്യത മുഴുവൻ ചെലവഴിപ്പാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ ഭൂമി എന്നുള്ളതിനെല്ലാം നീ വിടണം. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. അല്ലാതെ നിന്റെ പാരമ്പര്യം കൊണ്ട് നിനക്ക് സ്വർഗത്തിൽ പങ്കില്ല. ചിലരൊക്കെ ഞങ്ങളുടെ അപ്പൂപ്പന്മാരായിട്ട് പണിത പള്ളിയാണ്, ഞങ്ങളുടെ അപ്പൂപ്പന്മാർ ഇവിടുത്തെ മെമ്പറായിരുന്നു, ഞങ്ങളുടെ അപ്പൂപ്പന്മാർ ഇട്ടത് ആ അടിസ്ഥാനമാണ്, ഞങ്ങളുടെ അപ്പൂപ്പന്മാർ ഇതിന്റെ തലക്കല്ല് ഇട്ടത്. ഞങ്ങളങ്ങ് പാരമ്പര്യമായിട്ട് ഈ പള്ളിയിലെ വിശ്വാസികളെ പണ്ട് തോമസ് ലീഗ വന്ന കാലഘട്ടത്തിൽ സ്തോത്രം തെരഞ്ഞെടുക്കപ്പെട്ട ആളുകള്. ഹല്ലേലൂയ. സ്തോത്രം തോമസ് വന്ന കുറെ പേര് ക്രിസ്ത്യാനികൾ അങ്ങനെ ഞങ്ങളങ്ങ് പാരമ്പര്യ കള്ളിയാകൽ എന്നൊക്കെ പറയുന്ന കുടുംബങ്ങളുണ്ടല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ള കുടുംബത്തിലൊക്കെയാണ് ശങ്കരപൂര്യ പകരവും മറ്റും അങ്ങനെയുള്ള കുടുംബത്തിലൊക്കെ ഞങ്ങൾ ജനിച്ചതോ. ഞങ്ങൾ അന്നേ തോമസിന്റെ ശിഷ്യന്മാരാ, ഞങ്ങൾ അന്നോട്ട് തോമസിനെ അനുഗമിക്കുന്നവരാ എന്നൊക്കെ പറഞ്ഞ് ഈ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ശ്രോതാവ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയാ, നീ ഏത് പാരമ്പര്യം പറഞ്ഞാലും, നീ ഏത് പാരമ്പര്യത്തിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. നീ സ്വർഗരാജ്യത്തേക്ക് ചെല്ലണമെങ്കിൽ ആദ്യ മനുഷ്യനെ മണ്ണ് കൊണ്ടുള്ള ആദം പാപം ചെയ്ത് പാപത്തിൽ മരിച്ച് ആ മനുഷ്യൻ പാപിയായി മാറി, ആ പാപിയായി മനുഷ്യന്റെ പാപത്തെ നീക്കുവാൻ ഒടുക്കത്തെ ആദാമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ അവന്റെ രക്തം ചിന്തി നമ്മെ പാപത്തിന് വിടുവിച്ച് മണ്ണ് കൊണ്ടുള്ളവന്റെ നമ്മളുടെ ശാപത്തെ നീക്കി നമ്മെ സ്വർഗീയമായവന്റെ പ്രതിമ ധരിപ്പിച്ച് യേശുക്രിസ്തുവിടെ നീ നിത്യജീവൻ പ്രാപിക്കണം, മാനസാന്തരപ്പെടണം. അങ്ങനെയുള്ള നിനക്ക് മാത്രമേ ദൈവരാജ്യത്തെ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മുടെ പാരമ്പര്യം കൊണ്ടൊന്നും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയുന്ന ദൂത്, നീ ദൈവവചനത്തെ അനുസരിക്കണം. ഹല്ലേലൂയ. രക്തം ചെയ്യണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക കേട്ടോ. ഹല്ലേലൂയ. അപ്പം റോമാലേഖനം 8 വായിക്കേണ്ട യേശു ഇപ്രകാരം ജീവനോടെ ഉയർത്തി നമ്മൾ തിരിച്ചറിയണം. അവനെ ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവ് തന്നെ. വേദപുസ്തകം പറഞ്ഞ യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തി ശരീരത്തെ ഉയർപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പരിശുദ്ധമായി ശബ്ദത്തിലേക്ക് വരട്ടെ. നമ്മൾ 4-ാം അവന്റെ 16 വാക്യങ്ങൾ വായിച്ചല്ലോ. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തോടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തി നിൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ വേഗങ്ങളെടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയായിരിക്കും. അത് ഇന്ന് നീ മരിച്ചാൽ കർത്താവിന്റെ വരവെങ്കിൽ നീ ഉയർത്തപ്പെടുകയോ. ഒരു വിത്ത് മുളച്ചു വരുന്നത് പോലെ നിന്നെ അടക്കിയിരിക്കുന്ന ശവക്കുഴിയിൽ നിന്ന് ആ കല്ലറയിൽ നീ ഉയർത്തെഴുന്നേൽക്കൂ സോളായി. ഇല്ലെങ്കിൽ നീ മാനസാന്തരപ്പെടണം. നീ ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നിന്റെ ജീവിതം നിത്യ നരകമാണ്, നിന്റെ ആത്മാവ് നിത്യ നരകത്തിലേക്ക് പോകും. അതുകൊണ്ട് ഇന്ന് പകൽ ആരെങ്കിലും കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാതെ ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വീണ് ഇവിടുത്തെ ഉന്മാദങ്ങളിൽ നീ നൃത്തമാടി ഇവിടുത്തെ ഉന്മാദങ്ങൾക്ക് വേണ്ടി നീ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിട്ട് മടങ്ങി വന്ന് മാനസാന്തരപ്പെടും. കർത്താവേ അങ്ങ് ഭൂമിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്ത് അങ്ങ് മരിച്ചടക്കപ്പെട്ടു. അങ്ങ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഈ ഭൂമിയിലേക്ക് ലോകത്തിന്റെ വസ്ത്രങ്ങളെല്ലാം ചുരുട്ടിക്കെട്ടി ഒരു സ്ഥലത്ത് വെച്ച് അങ്ങ് തേജസ്സിന്റെ വസ്ത്രം ധരിച്ചു, രക്ഷയുടെ സ്തുതിയുടെ വസ്ത്രം ധരിച്ചതുപോലെ ഞങ്ങളെ ആ തേജസ്സിന്റെ സ്തുതിയുടെ രക്ഷയുടെ വസ്ത്രം ധരിച്ച് ഞങ്ങൾക്ക് നല്ലൊരു ഉയർപ്പ് കർത്താവ് നൽകണം. ഞങ്ങളുടെ അവസാനം ഞങ്ങളുടെ നിത്യത സ്വർഗത്തിലായി തീരുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കണമേ. അതിന് തടസ്സമായിരിക്കുന്ന പാപങ്ങൾ ഞങ്ങളെ വിടിവിക്കണമേ എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ച് കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്ത് യേശുവിനെ രക്ഷകനും പിതാവായി സ്വീകരിച്ചുകൊണ്ട് നീ പ്രത്യാശയുടെ ജീവിതം നയിക്കുന്നെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചായിട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന
സകല ജനത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കർത്താവ്. ജനം മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ, ഈ ജനത്തിന്റെ ആത്മീയ കണ്ണ് തുറക്കുവാൻ, മനുഷ്യൻ മരിക്കും മരണാനൊരു ജീവിതമുണ്ട്, അത് ആർക്കാണ്, എവിടെയാണ്, എങ്ങനെയാണ് തിരിച്ചറിവ് ജനത്തിനുണ്ടാകുവാൻ, പാപത്തിന്റെ എല്ലാ ഉല്ലാസങ്ങൾ വീട് കിടക്കുന്ന സകല ജനങ്ങളും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, കുടിലുകൾക്ക് കൂട്ടാനിത് വരെ താമസിക്കും, യേശുവിന്റെയും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർദ്ധക്യത്തിലും തിരാനും വൃത്തരസന യാചോഹന ചോടരുവ തടവറയിലായിരിക്കും സകല ജനത്തെയും രാഷ്ട്രത്തലന്മാർ, ലോകരാജ്യത്തിന്റെ നേതാക്കന്മാർ, സകല മനുഷ്യയും മത നേതാക്കന്മാർ, എല്ലാ മേഖലയിലായിരിക്കുന്നവരെ, എല്ലാ രാഷ്ട്രീയക്കാരെയും ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ് മാനസാന്തരം കൊടുക്കണമേ. ഈ ജനം മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ വരവെങ്കിൽ അവരോട് കൂടി ഉയർത്തേക്ക് പോവാൻ, പ്രത്യാശയുള്ള ജീവിതം നയിപ്പാൻ ലോകത്തെ വിട്ട് മടങ്ങി വരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.